അല്ല അവിടെ വീട്ടിലിരിക്കുന്നു. അപ്പോഴാണ് ഇവിടെ സൗണ്ട് കേട്ട് ഒരു വിളിയും കേട്ടു. ഓടി വന്നപ്പോൾ ഒരു പയ്യ അവിടെ മറിഞ്ഞു വീണു, കാല് മൊത്തം മുറിഞ്ഞു വാരി. ഇവൻ നല്ല സ്പീഡിൽ വരെയായിരുന്നു, കട്ടർ കണ്ടില്ല. അപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു നമ്മൾ പണിയില്ലാത്ത സമയത്തൊക്കെ ഇത് കിടക്ക് വേറെ ഇവിടെയൊക്കെ വീണ് കിടന്ന പാതിരാത്ത് വീണ് ചാവാനേ പറ്റുള്ളൂ. ഇവിടെ ആരും നോക്കാൻ പോലും ഇല്ല. അപ്പൊ മെയിനായിട്ട് പൈപ്പ് ലൈൻ വലിക്കണില്ലേ, അതാണ് ഈ ടാർ കുത്തി ഇളക്കിയിട്ട് അത് കോൺക്രീറ്റും ചെയ്യൂല, അത് മണ്ണ് മാത്രം ഇട്ടിട്ട് ഞങ്ങൾ പൊക്കളയും. റോഡിന്റെ കുറുകെ 4-5 മാസം കഴിയപ്പോ അതാണ് ഏറ്റവും വലിയ കുടിയായിട്ട് കിടക്കുന്നത്. ഇതൊക്കെ ഇടയ്ക്ക് ചെറിയ ചെറിയ കുടിയുള്ളൂ. മറ്റേ ഈ പൈപ്പ് ലൈൻ വലിക്കണതാണ് ഏറ്റവും വലിയ കുടികൾ. വെള്ളം കൊണ്ടുവന്നാണ് ചെറിയൊരു കുരി വന്നിട്ട് നിർബന്ധിക്കൂല. പിന്നെ സവര പിന്നെ നിങ്ങൾ ഇത് പബ്ലിക് റോഡാണ്, എല്ലാം ഇങ്ങനെ കുഴിഞ്ഞു വാരി കിടപ്പുണ്ട്. നിങ്ങൾ ഇതിനകത്ത് മണ്ണൊക്കെ വെട്ടിയിടണം. ഇതൊക്കെ എത്ര ദിവസം കിടക്കും? ഇതിന്റെ വർക്ക് എത്ര ദിവസം കിടക്കും? ഇത് വർക്കിന് പഞ്ചായത്തുകാർ ഒന്നും ചെയ്യുന്നില്ല. ബൈക്കുകൾ മൊത്തം മറിഞ്ഞു വീഴുന്ന പോകുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മളൊരു പണി ചെയ്യുന്നത്. ആരെങ്കിലും മറിഞ്ഞു വീഴുന്നത് നമുക്കെല്ലാവരും ബുദ്ധിമുട്ട് മൊത്തം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പണി ഇതൊക്കെയാണ്. ഇതുകൊണ്ട് ആരെങ്കിലും മറിഞ്ഞു വീഴലും ഒരു ആപത്തും വരാൻ പറ്റൂല. അത് മൊത്തം നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഇവിടെ അടിച്ചിട്ട് പോയി, പൈപ്പ് ലൈൻ അടിച്ചിട്ട് പോയി. ഇവിടെ റോഡുകൾ ഒന്നും താൽക്കാലികമായിട്ട് ചെയ്യണതാണ്. ഇത് നമുക്ക് ഒരു ഉറപ്പില്ല, ഇത് മഴ പെയ്യാൻ നേരത്ത് ഒലിച്ചു പോകും. എന്താണ് നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൂക്ഷിച്ച് അവർ കൊണ്ടുപോകുക. ഈ കട്ടറൊക്കെ കൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച കാര്യം എന്താണ്? നമുക്ക് ഒരു ബൈക്ക് ഇവിടെ മറിഞ്ഞു വീണ് അതിന്റെ ഒരു ഇതുണ്ടാവും. അപ്പൊ നമ്മളും ചിന്തിച്ച് ഏതാണൊക്കെ നമുക്ക് ഇത്തിരി സഹായം ചെയ്തു കൊടുക്കുക. കാരണം വണ്ടിക്കാർ തോനെ പേരുണ്ട്, ആട്ടോക്കാരുണ്ട്, അല്ലാതെ സ്വകാര്യ ബസ് വണ്ടിക്കാരുണ്ട്. തലേന്ന് 4 ദിവസമായി കാണും. ഇന്നലെ വിട്ടാണ് നമ്മൾ പണി തുടങ്ങിയത്. ഒരു ബൈക്കിൽ ഒരു 11-12 മണിയായി. ഞാൻ അച്ഛനും അല്ല അവിടെ വീട്ടിലിരിക്കുന്നു. അപ്പോഴാണ് ഇവിടെ സൗണ്ട് കേട്ട് ഒരു വിളിയും കേട്ടു. ഓടി വന്നപ്പോൾ ഒരു പയ്യ അവിടെ മറിഞ്ഞു വീണു, കാല് മൊത്തം മുറിഞ്ഞു വാരി. ഇവൻ നല്ല സ്പീഡിൽ വരെയായിരുന്നു, കട്ടർ കണ്ടില്ല. അപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു നമ്മൾ പണിയില്ലാത്ത സമയത്തൊക്കെ ഇത് കിടക്ക് വേറെ ആരും ഒന്നും ചെയ്യണില്ല, ഒന്നും ചെയ്യണില്ല. വിചാരിച്ചു ഇതൊക്കെ വേറെ ഇവിടെയൊക്കെ വീണ് കിടന്ന പാതിരാത്ത് വീണ് ചാവാനേ പറ്റുള്ളൂ. ഇവിടെ ആരും നോക്കാൻ പോലും ഇല്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഉള്ള കണക്ക് ചെറിയൊരു പിരിവ്, വണ്ടി പറഞ്ഞ കൈ അടിച്ച് ചെറിയൊരു പിരിവ് കിട്ടുന്നത് മേടിച്ച് അത് ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ജോലി മെനക്കെട്ടത് ചെയ്യല്ലേ. അങ്ങനെ ഒരു പയ്യ ഇവിടെ വന്ന് വീണു. വീണിട്ട് ഇവന് കാലും പുറം മൊത്തം മുറിഞ്ഞു വാരി. ഇവിടുന്ന് ആരും കണ്ടതും പോലും. നമ്മളാണ് അവിടെ ഉണർന്നിരുന്നോണ്ട് നമ്മൾ കാണുകയും ചെയ്തു. നേരെ ഇപ്പൊ ഇവിടെ കയറി നമ്മൾ അതിനെ പിടിച്ചു കയറ്റി വിട്ട്. പിന്നെ വിചാരിച്ച് ഇതിനെ കട്ടറാക്കിയല്ലേ, വേറെ ആരും ഒന്നും ചെയ്യണില്ല, ഒന്നുമില്ല. നിങ്ങൾ എങ്ങനെ മണ്ണ് വെട്ടി ഇട്ടിട്ട് അത് ഇതുപോലെ വെള്ളം നനയ്ക്കുമല്ലേ? നമ്മൾ ആദ്യം അടിയിലാദ്യം വെള്ളം ഇങ്ങനെ ഒഴിക്കും. കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞിട്ട് മണ്ണിടും. ഇതിന് കുറച്ച് മണ്ണിട്ട് കുറച്ച് വെള്ളം കുടഞ്ഞ് വീണ്ടും മണ്ണിട്ട് വെള്ളം കൂടെ എപ്പോഴത്തെ വണ്ടിയും കൂടെ കയറുമ്പോ അവിടെ കിടക്കും. മറ്റേ പൈപ്പ് ലൈനില്ലേ, പൈപ്പ് ലൈനിലാണ് മെയിനായിട്ട്. പൈപ്പ് ലൈൻ വലിക്കണില്ലേ, അതാണ് ഈ ടാർ കുത്തി ഇളക്കിയിട്ട് അത് കോൺക്രീറ്റും ചെയ്യൂല, അത് മണ്ണ് മാത്രം ഇട്ടിട്ട് ഞങ്ങൾ പൊക്കളയും. റോഡിന്റെ കുറുകെ 4-5 മാസം കഴിയപ്പോ അതാണ് ഏറ്റവും വലിയ കുടിയായിട്ട് കിടക്കുന്നത്. ഇതൊക്കെ ഇടയ്ക്ക് ചെറിയ ചെറിയ കുടിയുള്ളൂ. മറ്റേ ഈ പൈപ്പ് ലൈൻ വലിക്കണതാണ് ഏറ്റവും വലിയ കുടികൾ. നമ്മൾ ഇന്നലെ ഒരു 11 മണിക്ക് കയറിയിട്ട് 6:30 മണി വരെ പണി ചെയ്തു. എന്നിട്ട് തീർന്നില്ല. എന്നിട്ടാണ് ഇന്ന് ഒരു 12 മണിയായപ്പോ ഇന്നും കയറി. ഇത്ര ഇവിടെ വരെ ഇപ്പോഴും പണി വെച്ചിരിക്കുന്നു. ഇനി മൈലമൂട് വരെ ഇടാനാണ് പ്ലാൻ. നമ്മളെന്തായാലും ഇറങ്ങിയതാണ്. ഈ 60 വാടക എടുത്തിട്ടുണ്ട്.
ഈ പൈസ നമ്മളെല്ലാം കൊടുക്കുള്ളത്. ഓ അറവാന എല്ലാം നിങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് നിങ്ങൾ നമ്മാട്ടിയൊക്കെ വാടകയ്ക്കാണ് എടുത്തല്ലേ? ആ നമ്മാട്ടി ഉൾപ്പെടെ എല്ലാം വാടകയ്ക്ക് എടുത്തല്ലേ? എല്ലാം നിങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഒരു വലിയ സല്യൂട്ടിന് അർഹരാണല്ലോ. നിങ്ങൾ ഇത്രയും ചെയ്യുന്നല്ലോ. ഇവിടുന്ന് മണ്ണ് വെട്ടി എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് ഇവിടെ ഓടയാണ്.